ഇന്ത്യ ഒരു മതേതര സമൂഹമാണ്. മതേതരത്വത്തെക്കുറിച്ചുള്ള ഒരു ഇസ്ലാമിക് കാഴ്ചപ്പാട് എങ്ങനെയാണ്? മതേതരത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഓരോ മതവിശ്വാസിക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത് നൽകപ്പെടേണ്ടതാണ്. അതുതന്നെയാണ് നമ്മൾ അതിനോട് ഉള്ള കാഴ്ചപ്പാട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം അതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ രൂപീകരണ കാലം മുതൽ പറഞ്ഞത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം ഇവിടെ ജനാധിപത്യത്തിലൂടെ വരാൻ പോകുന്ന എന്താണ്? കുറച്ച് മനുഷ്യന്മാരുടെ അധികാരമാണ്, കുറച്ച് മനുഷ്യന്മാരാണ് അധികാരം സമിതി. ഇത് ദൈവത്തിൻ്റെ ഭൂമിയാണ്, ഇവിടെ ആർക്ക് മാത്രമേ അധികാരം ഉണ്ടാകാൻ പാടുള്ളൂ, ദൈവത്തിന് മാത്രമേ അധികാരം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് ശരിയല്ല. കാരണം ഈ രാജ്യത്ത് ഇവിടെ എല്ലാവരും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ നിയമ രൂപീകരണത്തിൽ നമ്മൾ കൂടി പങ്കാളികളാവണം. അത് ഇപ്പം എല്ലാവരും അംഗീകരിച്ചു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനത്തെക്കാൾ ഒരുപടി അപ്പുറത്തേക്ക് പോയി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി. മുജാഹിദുകളുടെ നിലപാടാണ് ശരി എന്ന് മനസ്സിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. അന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ, മൗദൂദി പറഞ്ഞ ഈ ജനാധിപത്യം ബൗദ്ധിക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് എന്നൊക്കെ മൗദൂദി പറഞ്ഞ, മൗദൂദിയുടെ ആശയം പിൻപറ്റിക്കൊണ്ട് കേരളത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഒരു നിലപാട് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുസ്ലിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഫാസിസത്തിനെതിരെ പറയാൻ പോലും ആരും ഉണ്ടാവുമായിരുന്നില്ല, ഒരു വേദി ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണത്.